നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലും പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ചും തുടർന്ന് കാൽടെക്സിലെ ഗാന്ധി സർക്കിളിൽ നടന്ന പൊതുയോഗവും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ വികസന നായകനായ ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലും പ്രതിഷേധമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ വികസന നായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബാനറുമായി DCC ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ചും തുടർന്ന് കാൽടെക്സിലെ ഗാന്ധി സർക്കിളിൽ നടന്ന പൊതുയോഗവും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതി ആരംഭിക്കുമ്പോൾ ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയ ലേഖനവും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളും അവര് മറന്നാലും കേരള ജനത മറക്കില്ല എന്ന് പറഞ്ഞത് 6000 കോടി രൂപയുടെ അഴിമതിയാണ്, ഇത് നഗ്നമായ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളുകൾ ഗവൺമെന്റ് മാറി വന്നപ്പോൾ ആ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിക്കെതിരായി 2 തരത്തിലുള്ള കേസുകളാണ് നൽകിയത്. ഒന്ന്, ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്കും ബാബുവിനും വിഴിഞ്ഞത്തെ ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ കേരള പോലീസിന്റെ വിജിലൻസ് എൻക്വയറി നടത്തി. പിണറായി നിയന്ത്രിക്കുന്ന വിജിലൻസ് വകുപ്പ് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് അഴിമതിയുടെ ഒരു തെല്ലും അവർക്ക് തെളിയിക്കാനും കണ്ടെത്താനും സാധിച്ചില്ല. അഴിമതിയില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് കേരളത്തിലെ സർക്കാരിന് വൈമനസ്യത്തോടെയാണ് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VV പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, T ജയകൃഷ്ണൻ, മുഹമ്മദ് ബ്ലാത്തൂർ, രാജീവൻ എളയാവൂർ, സജീവ് മാറോളി, കൂക്കിരി രാഗേഷ്, കല്ലിക്കോടൻ രാഗേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയോടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.